പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി നമ്മുടെ മാതാപിതാക്കളാകുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 83-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, വഇദ അഖദ്നാ മീസാക ബനീ ഇസ്രായീല ലാ തഅബുദൂന ഇല്ലല്ലാഹ വബിൽ വാലിദൈനി ഇഹ്സാന. നാം ബനി ഇസ്രായേൽക്കാരിൽ നിന്ന് ഉടമ്പടിയെടുത്ത സന്ദർഭം ഓർക്കുക. നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. അപ്പോൾ ഇവിടെ ലാ തഅബുദൂന ഇല്ലല്ലാഹ എന്നതിനോട് ചേർത്തുകൊണ്ടാണ് വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? കാരണം നമ്മളെ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ മാതാപിതാക്കളാകുന്നു. അവർ വഴിയാണ് നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കാണാൻ കഴിഞ്ഞത്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? നമസ്കാരമാണ്. പിന്നീട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇബാദത്ത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ ബഹുമാനത്തോടു കൂടി അവരോട് പെരുമാറുക. അവർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് ഓർമ്മക്കുറവുണ്ടാകും. അവർ ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിച്ചെന്ന് വരാം. അപ്പോൾ നിങ്ങൾ അതിനൊന്നും വെറുപ്പും പരിഹാസവും പ്രകടിപ്പിക്കാതെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുക. കാരണം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ ഒരു 100 ചോദ്യങ്ങൾക്ക് അവർ മറുപടി തന്നിട്ടുണ്ടായിരിക്കും. അവരോട് എന്നൊരു വാക്ക് നമ്മൾ പറയരുത്. അവർക്ക് വാർദ്ധക്യം എത്തുമ്പോൾ അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, മരുന്ന് കഴിപ്പിക്കുക, ഒരു 10 മിനിറ്റ് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുക. ഇനി മക്കള് സ്ഥലത്തില്ലാത്തവരാണെങ്കിൽ ഫോണിൽ കൂടി മാതാപിതാക്കളുടെ സുഖവിവരം അറിയുക. കാരണം മാതാപിതാക്കൾ ഇവിടെ ഒറ്റക്കാവുമ്പോൾ അവർക്ക് എപ്പോഴും തങ്ങളുടെ മക്കളെ കുറിച്ച് അറിയാനുള്ള വേവലാതി ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും അവർ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നാണ്. എന്റെ രക്ഷിതാവേ, എന്റെ ചെറുപ്പത്തിൽ എന്നെ അവർ സംരക്ഷിച്ചതുപോലെ അവർക്ക് നീ കാരുണ്യം ചെയ്യണമേ എന്ന്. ഇന്ന് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ സ്വർഗത്തിന്റെ താക്കോൽ കൈവശമുള്ളവരാണ്. അവർക്ക് കിട്ടിയ ഈ അവസരം അവർ പാഴാക്കി കളയരുത്. കഴിയുന്നത്ര ഹിദുമത്ത് അവർക്ക് ചെയ്തു കൊടുക്കുക. അവരെ എപ്പോഴും പരിചരിച്ചുകൊണ്ടേയിരിക്കുക. അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു വാക്കും നിങ്ങൾ പറഞ്ഞു പോകരുത്. നമ്മളെ എല്ലാവരെയും അള്ളാഹു മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിലും അവരുടെ പ്രാർത്ഥന കൊണ്ട് വിജയം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.